ഹായ്. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചില സമയത്ത് കറക്റ്റായിട്ട് ആ കാര്യം പറയണം എന്നുണ്ടാവും. പക്ഷെ പല സന്ദർഭങ്ങളിലും നമുക്കത് പറയാൻ പറ്റാതെ വരും. അത് ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവര് കാരണമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ തന്നെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിന്റെ ഒരു മൂഡ് ആ ഒരു കാര്യം നമ്മളെ പറയാൻ അനുവദിക്കാതെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് അറിയാമോ? ഇന്ന് എന്റെ വീഡിയോ എടുക്കാനുള്ള മൂഡ് അത്ര ശരിയല്ല. അതാണ് പറയാൻ വന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഇമ്പാക്റ്റിലായിരിക്കും. ആ വീഡിയോ ഇങ്ങനെ ചെയ്യണം, അതിങ്ങനെ പ്രസന്റ് ചെയ്യണം, നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്, അവരുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിപ്പോ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇന്ന് രാവിലെ എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈം ബീങ്ങില് നമ്മൾ എക്സാക്ട് നമ്മൾ വിചാരിച്ച ഒരു രീതിയിലാവില്ല നമ്മൾ വീഡിയോ പ്രസന്റ് ചെയ്യാൻ പോകുന്നൊരു സമയത്ത്. പക്ഷെ നമ്മളങ്ങനെ വിഷമിക്കാൻ പാടില്ല, അല്ലേ? കാരണം ഇത് നമ്മളായിട്ട് ഒരുക്കിയെടുത്തൊരു കാര്യമാണ്. ഏതൊരു കാര്യമായാലും ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അത് മറ്റുള്ളവർക്ക് ചിലപ്പോ പല സാഹചര്യങ്ങളും അവർക്ക് ചിലപ്പോൾ താല്പര്യക്കുറവുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ എല്ലാം അങ്ങോട്ട് മറന്ന് ചെയ്യുക തന്നെ, അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങാം നമുക്ക്. നമ്മൾ നല്ലൊരു ഡിസൈനർ വെയറോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ഒരു സെമി ചന്തേരി ടൈപ്പിലാണ് ഈ സാരി വന്നേക്കുന്നത്. ഇതിന്റെ ബോർഡറിൽ കണ്ടോ, ഈ ഒരു കസവിനോടൊപ്പം തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ആ ഒരു ബോർഡറിൽ പല്ലൂലെ കസവ് പ്ലസ് ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ജെറി മോട്ടീവ്സും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫുൾ കസവില്ല, പക്ഷെ ഈ മോട്ടീവ്സ് വരുമ്പോൾ ഫുൾ ആ ഒരു ബോർഡറിൽ നമുക്ക് അതുണ്ട് കേട്ടോ. രണ്ട് സൈഡിലുണ്ട്. ആൻഡ് ഇതിന്റെ ഫുൾ ബോഡിയിൽ നമുക്ക് ആ ഒരു ചെക്ക് പാറ്റേൺ ആണ് വരുന്നത്. കണ്ടോ, ഇതൊരു ഗോൾഡൻ പ്ലസ് ആന്റിക് ഡിസൈനിലാണ് ഈ ഫുൾ ചെക്ക് വന്നേക്കുന്നത്. സോഫ്റ്റ് ചന്തേരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ കിടക്കുന്നു ഞാൻ പറയില്ല. പക്ഷെ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് അയേൺ ചെയ്തിടേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെ കിടക്കും. സാരി ഉടുക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ. അതായത് നമ്മളൊരു പ്യുവർ ജോർജറ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ ഷിഫോൺ ടൈപ്പ് സാരീസ് എടുക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ മൊഡാൽ എടുക്കുന്നതായിട്ടുള്ള സുഖമൊന്നും ഈ സാരി അങ്ങനെയല്ല. പക്ഷെ സാരിക്ക് ഒരു ട്രഡീഷണൽ ലുക്കും ഒരു എന്താ പറയാ ഒരു ട്രഡീഷണൽ എലഗൻസും തരുന്ന ഒരു സാരിയാണ്. നമുക്ക് ഓണായിട്ട് നമുക്കൊരു അത്തം തൊട്ട് 10 ദിവസം നമുക്ക് ഒരു ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ നമ്മൾ അമ്പലങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ നമുക്കൊരു മാരേജിനോ ഫംഗ്ഷൻസിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഈവൻ ഓണം സെലിബ്രേഷന് പോലും സെറ്റ് സാരി വേണ്ട മറ്റെന്ത് ഉപയോഗിക്കും എന്നുള്ളവർക്കും കൂടി ഒരു ആൻസർ ആണ് ഈ ഒരു സാരി. കാരണം ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരുന്ന ഈ സാരിക്ക് ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെയാണ്. നമുക്ക് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇപ്പൊ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് തന്നെയാണ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഞാൻ എല്ലും എക്സലും ഉപയോഗിക്കാറുണ്ട്, എനിക്ക് കൈവണ്ണം ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എക്സൽ ആണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ സെറ്റ് സാരിയുടെ തന്നെ ഫ്ലോറൽ ഡിസൈൻസിലുള്ള, ഇപ്പൊ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. സെറ്റ് സാരി ഫ്ലോറൽ ഡിസൈനിലുള്ള സെറ്റ് സാരീസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല റെഡ് ബ്ലൗസ് ആണ്. അത് വന്നിട്ട് എൽ സൈസ് ആണ്. ഇത് കണ്ടോ, ഇത് എക്സൽ ആണ്. ഇതിൽ ഇത്ര ലൂസ് ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു എക്സ്ട്രാ കംഫർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എക്സൽ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ പേര് സംശയം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ പറയണത്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മെറൂൺ റെഡ് ആണ്. പക്ഷെ അതെ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും ഈ ബ്ലാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പക്ഷെ ഞാൻ ഉടുക്കുമ്പോൾ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കളേഴ്സ് കൊടുത്തിട്ട് എങ്ങനെയാന്നുള്ളത് കാണുമ്പോൾ ഒരു ഡൗട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ട്രഡീഷണൽ ഒരു മെറൂൺ റെഡ് തന്നെ കൊടുത്തത്. ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കണ്ടോ. രണ്ട് സൈഡിലും ഇതേപോലെ നമുക്ക് ബോർഡറിൽ ഫുൾ കസവല്ല, നമുക്ക് ഇതേപോലത്തെ മോട്ടീവ്സ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് 885 ആണ് കേട്ടോ. 885 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നല്ലൊരു പച്ച, നമ്മുടെ ട്രഡീഷണൽ പാലക്ക പച്ച എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള്, അതേ കളറാട്ടോ. നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാനായിട്ട്.
ഈ രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡറിൽ മോട്ടീവ്സ് വരുന്ന ഗോൾഡൻ സെറിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേ കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ കാണുമ്പോൾ അറിയാം ഇതേപോലെ ഗോൾഡൻ ത്രെഡ് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ ഗോൾഡൻ ത്രെഡിനെ കേട്ടോ നമ്മൾ ഈ ഗോൾഡൻ സെറീസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെക്കേർഡ് ആണ്, അതുകൊണ്ട് തന്നെ ആന്റിക് ഡിസൈനും കൂടെയാണ് കേട്ടോ. ഗോൾഡും വരുന്നുണ്ട്, ആന്റിക് ഗോൾഡും വരുന്നുണ്ട്. അങ്ങനെ ഒരു മിക്സിലാണ് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 885 ആയതുകൊണ്ട് തന്നെയും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ സാരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടുക്കാനും സുഖമാണ് നമുക്ക്. പക്ഷെ പ്ലീറ്റ് ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് അയൺ ചെയ്തിട്ടാണ് പ്ലീറ്റ് ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് അവിടെ കിടക്കും. നല്ല അനുസരണയോടുകൂടി കിടക്കുന്ന അങ്ങനത്തെ ഒരു സാരിയും കൂടെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സെയിം കളർ തന്നെ ഇതിന്റെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഭംഗി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു പ്ലെയിൻ ബ്ലൗസ് ഉപയോഗിക്കണം എങ്കിൽ കൂടിയും ഈ മോട്ടീവ്സ് നമുക്ക് ബ്ലൗസിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടോ അങ്ങനെ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ആൻഡ് അടുത്തത് വരുന്നത് നമുക്ക് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. ഒക്കെ സെയിം ഡിസൈൻ സെയിം പാറ്റേൺ തന്നെ, കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ആൻഡ് ഒരു 885 എന്നുള്ള പ്രൈസിൽ ഈ ഒരു സാരി നമുക്ക് എന്തുകൊണ്ടും വേർത്ത് ആണ്. അത് മാത്രമല്ല ഈ ഒരു ഓണം സീസൺ നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട്, നമുക്കിപ്പോൾ ഒരു ഓണം സെലിബ്രേഷനിലായാലും ഇനിയിപ്പോൾ അതല്ല നമുക്കൊരു നോർമൽ ഓണം ഡേയ്സിൽ നമുക്ക് ഉടുക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സാരിയും കൂടെയാണ്. ഇനി നമുക്ക് കല്യാണം കൂടാൻ പോകാനും എൻഗേജ്മെന്റ് ഫംഗ്ഷനും ഒക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ലുക്കിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്കൊരു ജിമിക്കൊക്കെ ഇട്ടിട്ട് വെയർ ചെയ്യാം. കുറച്ച് മുല്ലപ്പൂവിന്റെ കുറവുണ്ടല്ലേ? എനിക്കും തോന്നി. ഓക്കെ, പക്ഷെ നല്ല മാല, നമുക്ക് ട്രഡീഷണൽ ആയിട്ട് മാലയും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നാഗപട മാല, അല്ലെങ്കിൽ പാലക്ക മാല, അല്ലെങ്കിൽ മുല്ലമൊട്ടിന്റെ മാല, അങ്ങനത്തെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ട്രഡീഷണൽ ചോക്കറൊക്കെ ആണെങ്കിലും നമുക്കൊരു ഫാൻസി ലുക്കിലേക്ക് ഈ സാരീനെ കൊണ്ടുവരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇന്ന ഏജുകാർക്കെന്നില്ല, ഏതൊരു ഏജുകാർക്ക് ഇത് കൊടുത്താലും നല്ലൊരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു സാരി ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ചെറിയ കുട്ടികൾ, അതായത് ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ കോളേജ് ഫംഗ്ഷനൊക്കെ ഉടുക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു, ഈ ഒരു സമയത്ത് കേട്ടോ, ഈ ഒരു ഓണം സെലിബ്രേഷൻ ടൈമിലാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച്. ഇനിയിപ്പോൾ ഇത്ര ഏജ് ആയിട്ടുള്ളവർ എടുത്താലും നല്ലൊരു എടുപ്പ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഞാൻ ഉടുത്ത ഒരു റോയൽ ബ്ലൂ ടച്ച് ഉണ്ടെങ്കിൽ അതിനൊരു പീകോക്ക് ബ്ലൂവിന്റെ ആണ് കേട്ടോ എക്സാക്ട്. അങ്ങനത്തെ ഒരു കളറൊന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് പക്ഷെ റോയൽ ബ്ലൂ ആണ് കണ്ടോ. എനിക്കിതിന് പക്ഷെ റെഡ് ബ്ലൗസ് ഇട്ടപ്പോൾ എനിക്കിഷ്ടായി. പക്ഷെ ഇങ്ങനത്തെ ബ്ലൗസ് അല്ല കേട്ടോ ഇടേണ്ടത്. ശരിക്കും ഇതിന് നല്ലൊരു കസവൊക്കെ ഉള്ള നല്ല നമ്മുടെ ടിഷ്യൂവിന്റെയോ അല്ലെങ്കിൽ പോളിക്കോട്ടൺ ടൈപ്പോ കോട്ടൺ സിൽക്ക് ടൈപ്പോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ സാരിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫംഗ്ഷൻ എടുത്താലും നമ്മളെ വളരെ യുണീക്ക് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സാരിയാണ് കേട്ടോ. നമുക്കൊരു കുറേ നൊസ്റ്റാൾജിയ തരുന്ന ഒരു സാരിയും കൂടിയാണെന്ന് എനിക്ക് തോന്നണേ. ഈ സാരി ഉടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ചിങ്ങനെ പാട്ടിമാരെയൊക്കെ ഓർമ്മ വരും ഇല്ലേ, അങ്ങനത്തെ ഒരു സാരിയാ. പിന്നെ ഇനിയിപ്പോ ഡാൻസ് ആർട്ടൊക്കെ നല്ല ഇഷ്ടമുള്ള അവർക്കാണെങ്കിലും ഈ ട്രഡീഷണൽ ലുക്കും നല്ല ജിമിക്കൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എലഗൻസ് തരുന്ന ഒരു സാരിയാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് നമുക്ക് 885 ആവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കയ്യിൽ ഒതുങ്ങും ചെയ്യും. പ്രൈസ് വൈസ് നമുക്ക് കുഴപ്പമില്ല. കാരണം എല്ലാവരും പറയാറുണ്ട് ഒറ്റ യൂസ് ആണ് മോളെ, അലമാരിയിൽ ഒത്തിരി സാരീസ് ഉണ്ട്, എന്നാലും സാരി കാണുമ്പോൾ കൊതിയാവും വാങ്ങിക്കാനായിട്ട് എന്ന് പറയുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ ഞാൻ ഈ സമയത്ത് എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ ഒരു ഉഷ മാം ഉണ്ട്. ഉഷ മാം പറഞ്ഞു, ഞാൻ വെറുതെ പൊങ്ങച്ചൻ പറയല്ല മോളെ, ഒത്തിരി സാരി ഉണ്ട് അലമാരയിൽ, പക്ഷെ മോള് കാണിക്കുന്ന സാരി കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നാണ് എന്ന് പറഞ്ഞ ഒരു സാരി ആയിരുന്നു മറ്റേ പ്യുർ ജോർജറ്റിന്റെ ബാട്ടിക് ഡിസൈനിലുള്ള ബ്ലാക്ക് സാരി. ഇപ്പോഴും എന്നോട് ഒത്തിരി പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മഴയൊക്കെ കാരണം നമുക്ക് ഡൈ ചെയ്ത് അത് ഉണങ്ങാനുള്ള സമയം ഒക്കെ ഒരു ഡിലേ ആയിട്ട് നമുക്ക് റീസ്റ്റോക്ക് എത്തിയിട്ടില്ല. അതും കൂടെ ഞാൻ ഇൻഫോം ചെയ്യാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പെട്ടെന്ന് വരും അതിന് റീസ്റ്റോക്ക് ആയിട്ട് കേട്ടോ. വെയിറ്റ്. ഓക്കെ, അപ്പൊ ഈ സാരിയിലേക്ക് വരാം. ഈ സാരി ട്രഡീഷണൽ ലുക്ക് തരുന്ന നല്ലൊരു കിഡ് സാരിയാണ്. 885 എന്ന് പറയുന്ന പ്രൈസിന് നമുക്ക് ശരിക്കും പറഞ്ഞ വർത്ത് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, കാരണം ഓണം കളക്ഷൻ ആണ് ഇതൊക്കെ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു റെഡ് മെറൂൺ സാരിയാണ്. എന്നാൽ ഇത് വന്നിട്ട് നല്ലൊരു റെഡ് സാരിയാണ് കേട്ടോ. അപ്പൊ രണ്ടിനും ഡിഫറൻസ് ഉണ്ട്, അതാണ് ഞാൻ പറയാൻ വന്നത്. കണ്ടോ, ഇപ്പൊ ഇത് വന്നിട്ട് റെഡ് മെറൂൺ ആയിരിക്കുമ്പോ ഇത് വരുമ്പോ കറക്റ്റ് നല്ലൊരു റെഡിലാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കാരണം ഒരു ട്രഡീഷണൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഈ സാരിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ് ഈ റെഡ്,
പച്ച, നല്ല പച്ച കേട്ടോ. ആൻഡ് നേരത്തെ കണ്ട റോയൽ ബ്ലൂ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ടച്ച് കൊണ്ടിരുന്ന സാരീസ് ആണ്. നമ്മൾ ശരിക്കും പട്ടുപാവടയൊക്കെ പണ്ടത്തെ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ കളേഴ്സ് അല്ലേ ഉണ്ടാവുക. അതിന്റെ കോമ്പിനേഷൻസ് വരുമ്പോൾ അങ്ങനെയാണ്. മാമ്പഴ മഞ്ഞയില് പച്ച, അല്ലെങ്കിൽ നമുക്ക് നല്ല റെഡിൽ വന്നിട്ട് ഇതേപോലത്തെ പീകോക്ക് ഗ്രീൻ അങ്ങനെയൊക്കെ വരും, അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന കുറേ നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന, നമുക്ക് ഈ ഒരു സാരീനെ ഒരു ഫാൻസി ലുക്ക്, അതായത് ഫാൻസി മീൻസ് ഭയങ്കര ഫാൻസി അല്ല ഉദ്ദേശിക്കുന്നത്, ട്രഡീഷണൽ ഫാൻസി ആയിട്ടുള്ള ഇയറിങ്സും മാലയും ഒക്കെ നമുക്ക് വെയർ ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ മറ്റേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ മാലകളും അതുപോലത്തെ വളയും കമ്മലൊക്കെ വെയർ ചെയ്ത് കുറച്ച് മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് എന്ന അഭിപ്രായം എൻ്റെ കൂടെ യോജിക്കുന്നവരൊക്കെ താഴെ കമന്റ് ചെയ്യും കേട്ടോ. അപ്പൊ എനിക്കറിയാലോ എത്ര പേരാണ് എൻ്റെ കൂടെ ആ ഒരു കാര്യത്തിൽ യോജിക്കുന്നത്, എത്ര ഓർമ്മകളാണ് നമ്മളുടെ മനസ്സിൽ ഓടി വരണേന്നൊക്കെ നമുക്കറിയാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നേ. അപ്പൊ ആ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബ്രാഹ്മിൻസ് ആണ് അവര്. അപ്പോൾ ടീച്ചർ ഉടുക്കുന്ന സാരീസ് ഒക്കെ ഇതേപോലത്തെ ആയിരിക്കും, കുറേയൊക്കെ ചെക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കോമ്പിനേഷൻ ആണ് കൂടുതലും മാം വെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ളത്. ആൻഡ് ട്രഡീഷണൽ മസ്റ്റർഡ് യെല്ലോ, ഏത് സാരി വന്നാലും അപ്പൊ ചോദിക്കുന്ന ഒരു കളറാണ്, ബ്ലാക്ക് ഉണ്ടോ, ബ്ലഡ് റെഡ് കളർ സാരീസ് ഉണ്ടോ, മസ്റ്റർഡ് യെല്ലോ ഉണ്ടോന്ന്. മസ്റ്റർഡ് യെല്ലോ ഇപ്പൊ മസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രഡീഷണൽ ലുക്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസ്റ്റർഡ് യെല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ സാരിയും എല്ലാ കളറും കാണാൻ ഈ ഒരു പാറ്റേണിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെറുതെ പറയുന്നതല്ല, സത്യമായിട്ട് നല്ല ഭംഗിയുണ്ട്. കാരണം ഈ ഒരു പ്രൈസും കൂടെ വരുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് വാങ്ങിക്കാനായിട്ട്. കാരണം ഒരുപാട് റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ച അലമാരയിൽ വെക്കണം ഒരു ദിവസത്തെ കാര്യത്തിന് എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ എന്താ പറയാ, നമുക്ക് വളരെ പ്രൈസ് നമുക്ക് വേർത്തായിട്ട് തോന്നും വേണം, എന്നാൽ നമുക്ക് അന്ന് യൂസ് ചെയ്യുമ്പോൾ അതൊരു എത്നിക് വെയർ, ഒരു എലഗന്റ് ആയിട്ട് ഒരു യുണീക് പീസ് ആയിട്ട് നിൽക്കും വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും, ഞാൻ ഉൾപ്പെടെ. കാരണം ഇപ്പൊ ഒരു 4000 രൂപയ്ക്ക് ഞാൻ ഒരു സാരി വാങ്ങിച്ചു, ഞാനത് അലമാരയിൽ വെച്ചു, അതെനിക്കൊരു വിഷമാണ്. പക്ഷെ നമുക്ക് ചില ഫംഗ്ഷന് ആ ഒരു വേർത്ത് വരുന്ന സാരി ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും, ആ പ്രൈസിലുള്ള സാരി വാങ്ങിക്കേണ്ടി വരും. അത് നമുക്കറിയാം, അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വാങ്ങിക്കണം. നമുക്ക് ഒരു ഫാമിലിയിൽ ഒരു കല്യാണമാണ്, ക്ലോസ് റിലേറ്റീവിന്റെ കല്യാണമാണ്, അപ്പൊ നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിച്ചോന്ന് വരും. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊരു ഇപ്പൊ പറയുമ്പോൾ ഒരു ഓണാഘോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും കയ്യിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആണ് പലരും നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓണം വെയറൊക്കെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുരിദാർ അടിക്കണം, അല്ലെങ്കിൽ ധാവണിയാക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് സ്കേർട്ട് ബ്ലൗസ് അങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പ് സ്കേർട്ടോ അല്ലെങ്കിൽ പട്ടുപാവടയോ അങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാരിയും കൂടെയാണ് ഇത് വന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 885 ആണ് കേട്ടോ. 885 എന്ന് പറയുന്ന പ്രൈസിലാണ് ഈ ഒരു ട്രഡീഷണൽ വെയർ സാരി നമുക്ക് വന്നേക്കുന്നത്. നമ്മൾ ചില സമയത്ത് എത്ര തേടി നടന്നാലും ചില കാര്യങ്ങൾക്ക് നമുക്ക് ആ സെയിം കളറോ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഫാബ്രിക്കോ ഒന്നും കിട്ടില്ല. പക്ഷെ ഈ ഒരു ഫാബ്രിക് നിങ്ങൾ നോക്കിക്കോ, നമ്മൾ തേടി നടന്നിട്ടുള്ള പണ്ടത്തെ ഒരു ചന്തേരി, ജൂട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ വീണ്ടും ആ ഒരു ഇവോൾവിങ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ സെമി ചന്തേരി ടൈപ്പില്. ഈ ഡിസൈൻ വന്നിട്ട് ഒരു ട്രഡീഷണൽ പുതിയൊരു ഡിസൈൻ എന്ന് നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ പല്ലൂല് വരുന്ന നല്ലൊരു ആന്റിക് ഗോൾഡ് ഡിസൈനും ഈ ഒരു ചെക്കേർഡും എല്ലാം കൂടി അങ്ങോട്ട് കൂടി വന്നപ്പോണ്ടല്ലോ നമ്മള് എന്തൊക്കെയോ അന്വേഷിച്ച് നടന്നത് എല്ലാം കൂടെ ഒരുമിച്ച് കണ്ട ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു സാരിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഭംഗിയുള്ള ഒരു സാരി. ഞാൻ ഇത്രയും കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചതിൽ ഒരു കളർ പോലും എനിക്ക് അയ്യോ വേണ്ട, അല്ലെങ്കിൽ ഇത് ഉടുക്കാൻ പറ്റില്ല, ഇത് നല്ല കളറല്ല, ഇത് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെയൊന്നും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും നല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ സാരീസും എൻ്റെ ഇഷ്ടം കൊണ്ടായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. ഈ ഒരു സാരി എൻ്റെ മനസ്സിൽ നിറയെ കുപ്പികളൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പതക്കമാലയൊക്കെ ഇട്ട് ചെറിയൊരു കമ്മല് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജിമിക്കി, അങ്ങനെയാണ് എൻ്റെ മനസ്സിലെ ഒരു വിഷ്വൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ വെയർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എന്താ പറയാ, ഒരു അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ വരുമ്പോഴും ഉടുക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് ആൻഡ് പാറ്റേൺ ആണ് ഇത് വന്നേക്കുന്നത്. നിങ്ങൾക്കും ഇതേപോലത്തെ ഒരു തോട്ടാണോ ഉള്ളിൽ വന്നേക്കണേന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഒരു ഫാമിലി ബോണ്ടിങ്ങിലാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്.
ഈ ഒരു ഫാമിലി, ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇത് വേണോ വേണ്ടേ എന്നൊക്കെ ഞാൻ 100 പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. 100 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇത്തിരി അതിശയോക്തിയാണ്. ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ 10 തവണയും ഇത് വേണം, ഇത് കൊണ്ടുപോവാം, നിമിഷ യു ഹാവ് ടു ഡു ഫോർ യു സംതിങ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. കാരണം ഇതൊരു സത്യം പറഞ്ഞ ഈ ഒരു സ്ഥാപനം ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടിയിൽ 50 വർഷമായി നമ്മൾ ഈ ഒരു സ്ഥാപനം വന്നിട്ട്. ഇത് എൻ്റെ ഫാദർ ഇൻ ലോന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന് ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ്. പക്ഷെ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യും യുണീക്കായിട്ട് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി, ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം ആങ്കർ ചെയ്തിരുന്നത്. അപ്പം നമ്മളൊരു ഫാമിലി ആയിട്ട് കൂടുതലും ഫാമിലി പ്രോഗ്രാംസ് ആണ് ഞാൻ ആങ്കർ ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഫാമിലി ബോണ്ടിങ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എൻ്റെ. അപ്പോൾ അതെന്നോട് സംസാരിക്കുന്ന കുറേ പേർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് അതിൽ. ഓരോ തവണയും ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോഴും നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതാവുകയാണ്. ഇപ്പം നമ്മൾ 15,000 എന്ന് പറയുന്ന ഒരു ബിഗ് നമ്പറിലേക്ക്, എന്നെ സംബന്ധിച്ച് ആ ഒരു ബിഗ് നമ്പറിലേക്ക് എത്താൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പം ഞാൻ ഉയർന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ എന്നെ ഉയർത്തിയവരെയും കൂടെ നമ്മൾ കൊണ്ടുവരണം അല്ലേ? അപ്പം അതിനുവേണ്ടി ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വെരി സൂൺ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. ഓക്കെ, താങ്ക് യു.